ബ്രസ്റ്റ് നമ്മളൊരു ക്യാൻസർ നമ്മൾ സംശയം തോന്നുവാണെങ്കിൽ തന്നെ, അത് മിക്കവാറും അതിൻ്റെ ബയോപ്സിയും ഒക്കെ എടുത്ത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഇപ്പം ഹയർ എൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാസ്റ്റായിട്ട് എല്ലാം പ്രോഗ്രസ് ചെയ്ത് വരും. പക്ഷേ സാധാരണ ഒരാൾക്ക് ആദ്യം ഒരു സംശയം വന്നു, ഒരു മാമോഗ്രാഫി ചെയ്തു. മാമോഗ്രാഫി ചെയ്ത് കഴിഞ്ഞപ്പം അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ നോക്കിയപ്പം അവിടെ ഒരു ബ്രസ്റ്റിലൊരു ചെറിയ ഇതുണ്ട്. അവര് അത് കഴിഞ്ഞിട്ടൊരു ബയോപ്സി എടുക്കും. പിന്നെ അതിൻ്റെ റിസൾട്ട് വന്ന് അങ്ങനെ കൺഫർമേഷൻ ചെയ്ത് എല്ലാം ഉറപ്പായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കീമോ, റേഡിയേഷൻ അല്ലെങ്കിൽ സർജറി എന്നുള്ള ഒരു ഇതിലേക്ക് വരുവുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊരു ഗ്യാപ്പ് കിട്ടും. ആ സമയം നമ്മൾ ഒരു നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ സ്വന്തം നിലയിൽ ചെയ്യുക. പക്ഷേ ഒരു ക്യാൻസറൊക്കെ സസ്പെക്റ്റ് ചെയ്യുമ്പം നമ്മളൊരു പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് വളരെ ഇപ്പം ഞാൻ ബേസിക്കലി ഇങ്ങനത്തെ കാര്യത്തിലാണല്ലോ ഇത് ചെയ്യുന്നത്. ഞാനൊരു ഒരു ക്യാൻസർ ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ തന്നെ പറയാം. ഒരു ഒരു 40, 45 ഇയേഴ്സേ ഉള്ളൂ. അവര് ആദ്യം ആം, ഒരു മാമോഗ്രാഫി ചെയ്തു. അപ്പോൾ അവിടെ ഒരു സംശയം തോന്നി. ഒരു ബയോപ്സി എടുത്തു. ബയോപ്സി കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരങ്ങനെ പോയി. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്കത് വലുതായതെന്ന് തോന്നി. വീണ്ടും പോയി മാമോഗ്രാം ചെയ്തു. ബയോപ്സി എടുത്തപ്പോഴേക്കും അൾട്രാസൗണ്ട് സ്കാൻ ഓർ മാമോഗ്രാം. അത് കഴിഞ്ഞപ്പോഴേക്കും അത് കൂടി അത് ക്യാൻസർ ആണെന്ന് സംശയം തോന്നി. അത് വേറെ സ്ഥലത്തും കൂടെ പോയി വേറൊരു ഹോസ്പിറ്റലും കൂടെ പോയി എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവര് ഒരു വേറെ നോർത്ത് സൗത്ത് കേരളയിൽ നിന്നുള്ളതായിരുന്നു. അവര് കൊച്ചിയിൽ വന്നു വേറൊരു ഹോസ്പിറ്റലും കൂടെ കാണിച്ചു. അതിൻ്റെ കൂടെ അവര് എൻ്റെ അടുത്തും കൂടെ വന്നു. ഇമ്മീഡിയറ്റ്ലി തന്നെ അദ്ദേഹത്തെ പേഷ്യൻറ്റും വൈഫും ഒക്കെ കുറച്ച് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനെ കുറിച്ചും കുറച്ച് അവെയർ ആയിട്ടുള്ള പേഷ്യൻ്റായിരുന്നു. അവരന്ന് തന്നെ വന്ന് ഇത് ചെയ്തു. അപ്പം നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്കറിയാം അത് ക്യാൻസർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഫിസിഷ്യൻ നമ്മൾ നോക്കുന്നവർക്കറിയാം അത് കാണുമ്പോൾ തന്നെ ക്യാൻസർ ആണോ അല്ലേന്ന്. ക്യാൻസർ ആണെന്ന് ഉറപ്പാണ്. പക്ഷെ അവരപ്പം തന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് അവരത്ര അഫോർഡബിളും ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലിൽ പോകാൻ മാത്രം അഫോർഡബിളും അല്ല. അത് അവർക്ക് പൈസയും ഒക്കെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് RCCയിൽ കിട്ടണമെന്നാണ് അവരുടെ ആഗ്രഹം. സോ ദാറ്റ് അവർക്ക് കുറച്ച് ഇതും വരുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ കിട്ടി വരണമെന്നുണ്ടെങ്കിൽ കുറേ കൂടി സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് അവരിവിടെ വന്ന് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് അവർക്ക് 1 മാസത്തോളം എടുത്തു. 1 മാസം 1.5 മാസം എടുത്തു അവരുടെ ഫൈനലൈസ് ചെയ്യാൻ. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.